ഭാരതത്തിന്റെ വികസന ദർശനം ശരിയായ ദിശയിലെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് കുട്ടികളുടെ പ്രകടനം എന്ന് പ്രധാനമന്ത്രി. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹാക്കത്തോൺ ഗ്രാൻഡ് ഫിനാലെ മത്സരാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു. എല്ലാവരുടെയും പരിശ്രമ ഫലമായി ഭാരതം മുന്നോട്ട് കുതിക്കുകയാണ്. വെല്ലുവിളികൾ അഭിസംബോധന ചെയ്യുമ്പോൾ മികച്ച ഫലമുണ്ടാകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരതത്തിന്റെ ആവശ്യങ്ങൾക്ക് യോജ്യമായ കണ്ടെത്തലുകൾ ലോകത്തിന് പ്രയോജനകരമെന്നും അദ്ദേഹം പറഞ്ഞു. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഗ്രാൻഡ് ഫിനാലെയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. आप लोगों को पता है कि साइबर सिक्योरिटी के किसी भी आपके प्रयास की उम्र बहुत छोटी होती है. इसका अंदाज है आप लोगों को? जी हाँ सर. क्या क्या अंदाज है, बता सकते हैं? हम लोगों को अपडेट करना पड़ता है क्योंकि टेक्नोलॉजी यस यू आर राइट. क्योंकि हम लोग अपडेट होना. साइबर अटैक में अटैक करने वाले इतने इनोवेटिव होते हैं कि आप एक सॉल्यूशन आज निकालोगे, 4 घंटे में नए सॉल्यूशन की जरूरत पड़ेगी. आपको हमेशा अपडेट करना पड़ता है. देखिए, भारत दुनिया की अग्रणी डिजिटल इकोनॉमी में से एक है. രാജ്യം വൻതോതിൽ ഡിജിറ്റൽ കണക്ടിവിറ്റി ആർജിക്കുകയാണ്. സൈബർ കുറ്റകൃത്യങ്ങളും അതുപോലെ വർദ്ധിക്കുന്നു. സൈബർ സുരക്ഷാ രംഗത്തുള്ള എല്ലാ ശ്രമങ്ങളും ഭാരതത്തിൽ ഏറെ പ്രാധാന്യമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ രംഗത്ത് ഭാരതത്തിന്റെ മുന്നേറ്റം ലോകം കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. ലോക സ്പേസ് ശക്തിയായി ഭാരതം മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ആക്രമിക്കുന്നതിനും മയക്കുമരുന്നുകൾ കടത്തുന്നതിനും ഡ്രോണുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഡ്രോണുകളെയും പക്ഷികളെയും കൃത്യമായി തിരിച്ചറിയാനുള്ള ശാസ്ത്രീയ സംവിധാനം തയ്യാറാക്കിയ കുട്ടികളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. लेकिन देश के दुश्मन भारत में हथियारों और ड्रग्स की तस्करी में ड्रोन का भरपूर उपयोग कर रहे हैं. ऐसे में मेरे लिए खुशी की बात है कि आप सभी ऐसी चुनौतियों से निपटने के लिए पूरी गंभीरता से काम कर रहे हैं. आपका प्रयास डिफेंस टेक्नोलॉजी के एक्सपोर्ट को भी नया आयाम दे सकता है. കഴിഞ്ഞ ഹാക്കത്തോണിൽ വന്ന ആശയം ISRO ഗവേഷണ പദ്ധതിയിൽ ചേർത്ത് കഴിഞ്ഞു. കുട്ടികളുടെ പ്രകടനം ആത്മവിശ്വാസമേകുന്നു. ഭാരതം വികസനത്തിന്റെ ശരിയായ പാതയിലെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതാണ് കുട്ടികളുടെ കണ്ടെത്തലുകളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം.